ഒരു കോളൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല. നിതിന്റെ സഹോദരി ഭർത്താവ് അശോകൻ. പ്രത്യേകിച്ച് ഈ പറയുന്ന മുമ്പ് ഞാനും അച്ഛനൊക്കെ പോയപ്പോൾ അവിടെ എൻ്റെ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. എൻ്റെ നമ്പറിലേക്കൊന്നും കോൾ വന്നിട്ടില്ല. ഇനി ഏതെങ്കിലും ഒരു പ്രാവശ്യമായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാനും സാധ്യതയില്ല ചിലപ്പോൾ. എന്നാലും ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാകുമ്പോൾ സ്വാഭാവികമായിട്ട് 2 പ്രാവശ്യം വിളിക്കണമല്ലോ. അങ്ങനെ ഒരു കോളൊന്നും വന്നതായിട്ടൊന്നും എൻ്റെ ഒരു ഓർമ്മയിലില്ല, അറിയിച്ചിട്ടൊന്നുമില്ല. ഇതിൻ്റെ പരാതി നൽകിയതായിട്ട് ഇവിടെ സഹോദരിമാരെ വിളിച്ച് അറിയിച്ചിട്ടുമുണ്ട്. അതിൻ്റെ ചാറ്റ് വിവരങ്ങളൊക്കെ നമ്മൾ മുന്നേ തന്നിട്ടുള്ളതുമാണ്. അവൻ വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട്, അല്ലാതെയും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന പ്രിൻസിപ്പലിന് പരാതി നൽകിയതായിട്ട് പറഞ്ഞിട്ടുണ്ട് അവൻ. പിന്നെ ഈ ലോൺ ആപ്പിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ ലോൺ ആപ്പിൽ തീർക്കാൻ നോക്കുന്നത് അത് ശരിയായ രീതിയല്ല. കാരണം ലോൺ ആപ്പ് വിഷയമല്ല അവൻ്റെ മരണകാരണം. ലോൺ ആപ്പിൽ തുടങ്ങി ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് തുടങ്ങിയിട്ട് ഈ വന്നിരിക്കുന്ന 2 CCTV ദൃശ്യങ്ങളുണ്ടല്ലോ, രാത്രിയും രാവിലെയായിട്ട് വന്ന, അതിൻ്റെ പിറ്റേ ദിവസം രാവിലെയായിട്ട് വന്നിരിക്കുന്ന വാർത്തകളിൽ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് അവിടെ പ്രിൻസിപ്പൽ നല്ല രീതിയിൽ അതുമായി ബന്ധപ്പെടുത്തി കണക്ട് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഒരു 21 വയസ്സുകാരൻ എത്രത്തോളം അത് മാനസികമായിട്ട് എടുക്കുമെന്നുള്ളത് എനിക്കറിയില്ല. ഞങ്ങൾക്കത് ഫീൽ ചെയ്യില്ല പ്രിൻസിപ്പൽ ഞങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ആ ഒരു വയസ്സുള്ള പയ്യൻ അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇനി മറ്റേതെങ്കിലും പഴയ വിഷയങ്ങളുമായിട്ട് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും വിഷയങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അവനെ മാനസികമായിട്ട് തളർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം വ്യക്തമായിട്ട്. CCTVയുടെ മുഴുവൻ ദൃശ്യങ്ങളും ഞങ്ങൾ ആരും ഒന്നും കണ്ടിട്ടില്ല, ഞങ്ങൾ അറിയിച്ചിട്ടില്ല എന്താണെന്നുള്ളത്. ഈ വാർത്തകളിലൂടെ കാണുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ അത് ഉള്ളത് തന്നെയാണ്. അത് ഞങ്ങളൊന്നല്ലല്ലോ, അവിടെ മറ്റുള്ള കുട്ടികളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ടല്ലോ. ക്ലാസ്സിലെ കുട്ടികളല്ല, മറ്റു കുട്ടികൾ, സീനിയർ വിദ്യാർത്ഥികളും മറ്റു പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ പറയുന്നുണ്ട്. അവിടെ പൊതുവെ ഇതൊരു പ്രവണതയാണ്. മിക്ക സ്റ്റാഫുകളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപങ്ങൾ ഉണ്ടാകാറുണ്ട്, പല തരത്തിലുള്ള അധിക്ഷേപങ്ങൾ. പിന്നെ ക്ലാസ്സിനകത്ത് കുട്ടികൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ക്ലാസ് റൂമിനകത്ത് വെച്ച് നടന്നിട്ടുണ്ടാവണമെന്നില്ല. ചിലപ്പോൾ മറ്റെവിടെയെങ്കിലും ഓരോ കുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് ജാതിപരമായിട്ടോ വംശീയപരമായിട്ടോ ഒക്കെ അധിക്ഷേപം നടന്നിട്ടുണ്ടാവും. അതൊന്നും ഒരിക്കലും നമുക്കില്ല എന്നുള്ളത് തേച്ചുമാച്ച് കളയാനൊന്നും പറ്റത്തില്ല. ഇത്രയും വർഷങ്ങളായിട്ട് ആ കോളേജിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നു. അതിനെതിരെ ഒരു നടപടികളും കോളേജ് മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്നില്ല. ഈ ഒരു സംഭവം നടന്നപ്പോൾ പോലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ മാനേജ്മെൻറ്റ് ടീംസ് ആരും വന്നിട്ടില്ല, ഇതുവരെയും വന്നിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല. അവിടെ ഉള്ളവർ മൊത്തം സ്റ്റാഫും മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സൊക്കെയാണ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളോടൊക്കെ സംസാരിക്കുന്നതൊക്കെ അവരായിരിക്കണം. ഇതിനെ പ്രധാനപ്പെട്ട ആൾക്കാരും വ്യക്തികൾ ആരും ഇതിനെതിരെ മുന്നിട്ട് വന്നിട്ടില്ല. മാനേജ്മെൻറ്റും പോലീസിൻ്റെ അന്വേഷണത്തിലും എനിക്ക് തൃപ്തിയില്ല. പോലീസ് സ്വമേധയാ കേസെടുത്തെന്ന് പറഞ്ഞു. നോയിഡ കിടക്കുന്ന അത്രയും വലിയൊരു ശക്തമായ ടീമിനെ അറസ്റ്റ് ചെയ്തു. പക്ഷേ അതിൽ പ്രവർത്തിച്ചിരുന്ന കസ്റ്റമർ ടീംസിനെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള ബാക്ക് എൻഡിലുള്ള ആ ഫിനാൻസ് ടീം ആരാണ്, ഏത് പാർട്ട്നേഴ്സാണ്, വെണ്ടേഴ്സ് ആരാണ്, എവിടെ നിന്നാണ് ക്യാഷ് നമുക്ക് കസ്റ്റമേഴ്സിന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അതിലേക്കൊന്നും പോയിട്ടില്ലല്ലോ. അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നൽകിയോ? ഇല്ലല്ലോ. അതിപ്പം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു വിവരം എനിക്കറിയില്ല കേട്ടോ. എന്നോട് അങ്ങനെ എനിക്ക് തരാനായിട്ടാണ് അവൻ എടുക്കുന്നതെന്ന് നിതിൻ രാജ എന്നോട് പറഞ്ഞിട്ടുമില്ല, കുക്കു എന്നോട് പറഞ്ഞിട്ടില്ല. അതുപോലെ സഹോദരിമാരും അതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടുമില്ല. ഞാനിപ്പോൾ എൻ്റെ വൈഫിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ മൂത്ത സഹോദരി. അത്തരത്തിലൊന്നും യാതൊരു വിവരങ്ങളും നിതിൻ, കുക്കു, എൻ്റെ അവൻ്റെ സഹോദരിയായിട്ട് പറഞ്ഞിട്ടില്ല എനിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത്. ഇപ്പോൾ തൃപ്തിയില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് തൃപ്തിയില്ല. എന്തുകൊണ്ട് ഇത്രയും ലോൺ ആപ്പിൻ്റെ പിറകെ പോയി പിടിച്ച വ്യക്തികളെ ഈ പറയുന്ന മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്ന റാം, ഈ പറയുന്ന ഡയറക്റ്റായിട്ട് ഒരു പക്ഷേ ഇതിനുമായിട്ട് കോൺടാക്ട്, ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് കോൺടാക്ട് ഇല്ലെങ്കിൽ പോലും മറ്റു കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ പേരിൽ ഈ കേസ് എടുക്കാമല്ലോ. ഈ പറയുന്ന റാം, സംഗീത എന്ന് പറഞ്ഞ വ്യക്തി, പ്രത്യേകിച്ച് റാം. അപ്പോൾ അവരൊക്കെ അവരുടെ ലൊക്കേഷൻ പോലും വെച്ച് ട്രേസ് ചെയ്ത് അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല പോലീസിന്. പക്ഷെ നോയിഡ ഇപ്പോൾ അന്വേഷിച്ചു, കണ്ടുപിടിച്ചു. തീർച്ചയായിട്ടും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും മറ്റാരുടെയൊക്കെയോ ശക്തികൾ ഇതിലുണ്ട്. നല്ല സ്വാധീനം ചെലുത്തിയിട്ടാണ് അവരെ 2 പേരെയും സംരക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ട്. അതെ, ഉണ്ട്. നിതിന്റെ സഹോദരി ഭർത്താവ് അശോകൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് തന്നെയാണ് നിതിന്റെ സഹപാഠികൾ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളും പറയുന്നത്. ലോൺ ആപ്പിൽ മാത്രം കേന്ദ്രീകരിച്ച്
അന്വേഷണം വഴിയുടെ ചാരയെ രക്ഷിക്കാൻ നീക്കം നടക്കുന്നു. തുടക്കം മുതലുള്ള ആരോപണം കൂടുതൽ ശക്തി പകരുന്ന ബന്ധുക്കൾ സംശയിക്കുന്നുണ്ട്. അവിടെ കോളേജിലെ വിദ്യാർത്ഥികളും സംശയിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞതുപോലെ ഈ പറയുന്ന 2 അധ്യാപകരെ ഇതുവരെ ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് നോയിഡയിൽ പോയിട്ട് ഈ ലോണാർക്കിന്റെ ആൾക്കാരെ പിടിച്ചു. ഇത് ഏതെങ്കിലും തന്നെ സാമ്പത്തിക തട്ടിപ്പൊന്നുമല്ല. ഒരു ചെറുപ്പക്കാരൻ 21 വയസ്സുള്ളവൻ ആത്മഹത്യ ചെയ്ത ജീവൻ ഇല്ലാതായി പോയ ഒരു സംഭവമാണ്. ഏതെങ്കിലും 10,000 രൂപ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. കഷ്ടമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.